ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനം 2 നിന്നാണ് നാം തുടർന്നുള്ള നിമിഷങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി പോകുന്നത്. സംഗീതം ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ കരസ്പർശമായി ഏറ്റുവാങ്ങിയ ഒരു തലമുറയാണ് ഇസ്രായേൽ ജനം. അവരുടെ ആചാരങ്ങൾക്കിടയിലെല്ലാം സംഗീതത്തിൻ്റെ പ്രാധാന്യം വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നാഷണൽ സെറമണീസിലെല്ലാം സങ്കീർത്തനങ്ങൾ അവരുടെ നാഷണൽ സെറമണീസിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട്. 2-ാം സങ്കീർത്തനം നമ്മളോട് അറിയിക്കുന്നത് ഒരു റോയൽ സാമായിട്ടാണ്, ഒരു രാജാവിൻ്റെ വാഴ്ചയെക്കുറിച്ചാണ് 2-ാം സങ്കീർത്തനം നമ്മളോട് അറിയിക്കുന്നത്. റോയൽ സാമായി മറ്റിതര സങ്കീർത്തനങ്ങളൊക്കെ നമുക്ക് സങ്കീർത്തന ഭാഗങ്ങളിൽ കാണാം. എന്നാൽ ഈ സങ്കീർത്തനത്തിൽ പ്രതിദാനം ചെയ്യുന്ന വിഷയം ദൈവത്തെ രാജാവായിട്ട് എഴുത്തുകാരൻ കാണിച്ചിരിക്കണം. 1-ാം സങ്കീർത്തനവും 2-ാം സങ്കീർത്തനവും നാം താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ ഇതിനകത്ത് ഇത് റിവോൾവ് ചെയ്ത് കിടക്കുന്ന ഒരു സിമിലർ തീമിനകത്താണ്. 1-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ആലോചനയെ അനുഷ്ഠിക്കുന്ന ആളിനെ കുറിച്ച് പറയുമ്പോൾ 2-ാം സങ്കീർത്തനത്തിൽ ഒരു രാജ്യം ദൈവത്തിൻ്റെ ആലോചനയെ നിരസിക്കുന്നവരെ കുറിച്ച് കാണുവാൻ സാധിക്കും. അതുമാത്രമല്ല, 1-ാം സങ്കീർത്തനം തുടങ്ങുന്നത് ഒരു ഭാഗ്യവാനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ 2-ാം സങ്കീർത്തനം പറയുന്നു പുത്രനെ ചുംബിക്കുന്നവനാണ് ഭാഗ്യവാൻ, അല്ലെങ്കിൽ പുത്രനെ കേൾക്കുന്നവനാണ് ഭാഗ്യവാൻ. 1-ാം സങ്കീർത്തനം നമ്മളോട് അറിയിക്കുന്ന ഒരു ആശയം എന്തെന്നാൽ, തോറ അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ അനുദിനം അനുസരിക്കണമെന്ന് പറയുമ്പോൾ 2-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ സർവാധിപത്യത്തിന് കീഴിൽ നാം ആയിരിക്കണമെന്ന് പഠിപ്പിക്കുന്നു. 1-ാം സങ്കീർത്തനം നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുമ്പോൾ 2-ാം സങ്കീർത്തനം അനുസരണമുള്ളവനും നീതിമാനുമായവനെ കുറിച്ചും കാണിക്കുന്നു. റിബല്യസ് ആയിട്ടുള്ള നേഷനെ കുറിച്ച് കാണിക്കുന്നു. 1-ാം സങ്കീർത്തനം അവസാനിക്കുന്നത് ദുഷ്ടൻ്റെ വഴിയോ നാശകരമെന്ന് പറയുമ്പോൾ 2-ാം സങ്കീർത്തനം പറയുക പുത്രനെ ചുംബിക്കുക, അവൻ അനുഗ്രഹിക്കപ്പെടും. ഈ 2 സങ്കീർത്തനങ്ങൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ഒരാളായി എഴുതിയാണ്. എന്നാൽ ഇത് ഒരാളല്ല എഴുതി, 2 വ്യത്യസ്ത ഓതേഴ്സ് 2 വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ എഴുതിയാണ്. ഇതിൻ്റെ തലക്കെട്ടിൽ ഇത് ആരെഴുതിയെന്ന് പറയുന്നില്ല. ഈ സങ്കീർത്തനം എഴുതിയെന്ന് പഴയ നിയമം നാം ഉടനീളം പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കത്തില്ല. എന്നാൽ പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ ലൂക്കോസ് പറയുന്നു ഇത് ദാവീദ് എഴുതിയ സങ്കീർത്തനമെന്ന്. അതിൻ്റെ 1-4 അധ്യായത്തിൽ 26 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. ലൂക്കോസ് 4 അധ്യായം 26 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ഇത് ദാവീദിൻ്റെ സങ്കീർത്തനം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 13-27 മുതൽ താഴേക്ക് ഇതിൽ 7-ാമത്തെ വാക്യം കോട്ട് ചെയ്തുകൊണ്ടാണ് എഴുതി. എബ്രായ ലേഖനം 1-ാം അധ്യായം 5-ൽ ഈ സങ്കീർത്തനം പരാമർശിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു മശിഹൈക സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിനെ 3 ലെയറായിട്ട് വേണം പഠിക്കാൻ. ഒന്ന്, ഇതിനകത്ത് ഒരു ചരിത്രം പറയുന്നു ഒരു ജനത്തിൻ്റെ. മറ്റൊന്ന് ദൈവവിജ്ഞാനീയത്തെക്കുറിച്ച്, ദൈവശാസ്ത്രത്തിൻ്റെ വിജ്ഞാനീയതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മശിഹയുടെ വരവിനെക്കുറിച്ചും ഈ സങ്കീർത്തനം അരുളി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വേദപഠിതാക്കൾ പറയുന്നു ഇത് 2 കാലഘട്ടങ്ങളിൽ വലിയ ഏകദേശം 1 സഹസ്രാബ്ദം മുമ്പ് എഴുതിയെങ്കിൽ തന്നെയും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ദൈവശാസ്ത്രം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഇസ്രായേൽ ജനം ഇത് എപ്പോഴും വായിക്കുന്ന ഒരു സങ്കീർത്തനമല്ല. എന്നാൽ ബാബിലോണിയ പ്രവാസം കഴിഞ്ഞ് അവർ ദൈവത്തിലുള്ള ആശ്രയമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ മശിഹ വരുമെന്നുള്ള പ്രത്യാശയെ ഉത്ബോധിപ്പിക്കുന്ന ഒരു സങ്കീർത്തനം എന്ന രീതിയിൽ അവർ എപ്പോഴും ഇത് വായിക്കുവാൻ വേണ്ടി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആദ്യ 3 വാക്യങ്ങൾ നമുക്ക് അത് കാണിക്കുന്നത് നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ ഭരണത്തിന് എതിരെ നാം മത്സരിക്കരുതെന്നുള്ള ഒരു ആശയമാണ് ആദ്യ 3 വാക്യങ്ങൾ തുടങ്ങുന്നത്. ആദ്യ വാക്യം ഒരു ചോദ്യത്തോട് അനുബന്ധിച്ചാണ് തുടങ്ങുന്നത്. ആ ചോദ്യം ഇങ്ങനെയാണ്: ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നത് എന്ത്? അതൊരു ചോദ്യമാണ്. എബ്രായ ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടുത്തെ എബ്രായ പോയട്രി പഠിക്കുമ്പോൾ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടൊരു സങ്കീർത്തനം തുടങ്ങുന്നത് അത് എന്തെങ്കിലും അറിയുവാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടല്ല, അത്
ഈ സങ്കീർത്തനക്കാരൻ്റെ ഹൃദയത്തിനകത്ത് വേദനയെ മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ഇവിടുത്തെ ചോദ്യം രണ്ടായിട്ട് നമുക്ക് പഠിക്കാം. ഒന്ന് കാണുവാണ്, ജാതികൾ കലഹിക്കുന്നു. രണ്ട്, വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നു. ഈ നിരൂപണം എവിടുന്നാണ് വരുന്നത്? ഹൃദയത്തിൻ്റെ പോസ്റ്ററിനെ കാണിക്കുന്നത്. ഒരു പറ്റം ജനം ദൈവരാജ്യത്തിനെതിരെ, ഒരു പറ്റം രാജ്യങ്ങൾ ദൈവരാജ്യത്തിനെതിരെ മത്സരിക്കുന്നതിനെ കുറിച്ച് കാണിക്കുന്നത്. അവരുടെ ഹൃദയത്തിൻ്റെ പോസ്റ്റർ കാണിക്കും. അവരുടെ ഹൃദയത്തിൽ നിരൂപിക്കുന്നതാണ് പുറത്തേക്ക് അവർ കാണിക്കുന്നത്. അവർ ഹൃദയത്തിൽ നിരൂപിക്കുകയാണ് ദൈവത്തിനെതിരെ. അതുമാത്രമല്ല, അവർ ദൈവത്തിനെതിരെ കലഹിക്കുകയാണ്. ഇത് കണ്ടിട്ട് അതിനിടയ്ക്കൊരു വാക്കുണ്ട്, അവർ ഇതെല്ലാം ചെയ്യുന്നത് വ്യർത്ഥമായിട്ടത്രേ. ദൈവത്തിനെതിരെ സാധാരണ ഒരു മനുഷ്യൻ അവൻ എത്രമാത്രം മത്സരിക്കുവാൻ പറ്റും? അവൻ്റെ മത്സരങ്ങളെല്ലാം വ്യർത്ഥമെന്ന് സങ്കീർത്തനക്കാരൻ 1-ാം വാക്യത്തിൽ പറഞ്ഞു നിർത്തിയിട്ട് പറയും, ഇതാർക്കെതിരെയാണ് മത്സരിക്കുന്നതെന്ന്. 2-ാം വാക്യം പറയുകയാണ്, യഹോവയ്ക്കും അവൻ്റെ അഭിഷക്തനും. 2 കാര്യങ്ങൾ. ഒന്ന്, യഹോവയ്ക്കെതിരെ മത്സരിക്കുന്നു, അവൻ്റെ അഭിഷക്തനെതിരെ മത്സരിക്കുന്നു. ഈ പഴയ നിയമത്തിൽ അഭിഷക്തൻ എന്ന് ഒരു വാക്ക് ഈ സങ്കീർത്തനത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ എങ്ങും കാണുവാൻ സാധിക്കത്തില്ല. അതിൻ്റെ അർത്ഥം അനോയിൻറ്റഡ് വൺ. ആരാണ് അനോയിൻറ്റഡ് വൺ? യേശുവാണ്, മഷിഹ. ഇതിൻ്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷനാണ് ക്രിസ്റ്റോസ് എന്ന് വരുന്നത്. യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. യഹോവയുടെ ഭരണത്തിനും തൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ ഭരണത്തിനുമെതിരെ ഒരു പറ്റം രാജ്യങ്ങൾ ഇപ്പോൾ എഴുന്നേൽക്കുന്നു. ആദ്യം രാജ്യം വന്നേ. രണ്ടാമത് പറയുവാണ്, ആരൊക്കെ അവനെതിരെ വന്നേ? അധിപന്മാർ, രാജാക്കന്മാർ. ഇപ്പോൾ രാജ്യം മാത്രമല്ല ദൈവത്തിനെതിരെ വരുന്നത്, അവിടുത്തെ അധിപന്മാരുടെ വരുക ദൈവരാജ്യത്തിനെതിരെ. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, അവർ ചിന്തിച്ച് മനസ്സിനകത്ത് കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിക്കുക, നാം അവരുടെ കയറുകളെ അറുത്തു കളക. ദൈവരാജ്യത്തിനെതിരെ നിൽക്കുന്ന, അല്ലെങ്കിൽ ദൈവിക ഭരണത്തിനെതിരെ നിൽക്കുന്ന ഒരു രാജ്യത്തെ ആദ്യം സങ്കീർത്തനക്കാരൻ പ്രസൻറ്റ് ചെയ്യുകയാണ്. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെ പറഞ്ഞു വരികയാണ്. ഒന്ന്, അവർക്ക് ഇടിച്ചു കളയണം ദൈവവും തൻ്റെ ജനവുമായിട്ടുള്ള ബന്ധത്തെ. രണ്ട് ചെയ്യുന്നത് അത് അറുത്ത് കളയണം. ഇത് കാണുമ്പോൾ ദൈവം ഇവരോട് റെസ്പോണ്ട് ചെയ്യുന്നതാണ് 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ദൈവം ഈ കാഴ്ച കണ്ടിട്ട് ദൈവം റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ദൈവം ചിരിക്കുകയാണ്. മനുഷ്യൻ ദൈവരാജ്യത്തിനെതിരെ, ദൈവിക പ്രവൃത്തിക്കെതിരെ മനുഷ്യൻ തിരിയുമ്പോൾ ദൈവം ചെയ്യുകയാണ്, ദൈവം ചിരിക്കുകയാണ്. ആ ചിരി സന്തോഷത്തിൽ ചിരിക്കുന്നതല്ല, പുച്ഛത്തോടെ ചിരിക്കുന്നതാണ്. മനുഷ്യ, നീ എത്ര വളർന്നാലും എൻ്റെ രാജ്യത്തിനെതിരെ നിനക്ക് മത്സരിക്കുവാൻ പറ്റത്തില്ല. അതിൻ്റെ ആദ്യ 3 വാക്യങ്ങൾ കാണിക്കുന്നത് നാം ദൈവരാജ്യത്തിനെതിരെ റെസിസ്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെതിരെ അനിഷ്ടമായി നാം പ്രവർത്തിക്കരുതെന്ന് ആ രാജ്യങ്ങളെല്ലാം കാണിച്ചിട്ട് പറയും. എന്നാൽ 3-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. എവിടെ ഇരുന്നുകൊണ്ടാണ് ചിരിക്കുന്നേ? സ്വർഗത്തിലിരുന്നു കൊണ്ടാണ്. സകലത്തിനും അധിപനായിരിക്കുന്ന ദൈവം സ്വർഗത്തിലിരുന്നു കൊണ്ട് മനുഷ്യനെ കണ്ടുകൊണ്ട് അവൻ ചിരിക്കുകയാണ്. ചിരിക്കുക മാത്രമല്ല, അവൻ പരിഹസിക്കുക. മനുഷ്യ, നീ എത്രത്തോളം വളർന്നാലും എൻ്റെ രാജ്യത്തെ നിനക്ക് തൊടുവാൻ കഴിയത്തില്ല. ഇത് സങ്കീർത്തനക്കാരനായിരിക്കുന്ന ഒരു ദാവീദ് പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. ദാവീദിനെ കുറിച്ച് നാം പഠിക്കുമ്പോഴൊക്കെയും ദാവീദിനെ നമ്മളൊരു ഇടയനായിട്ടും ദാവീദിനെ നമ്മളൊരു രാജാവായിട്ട് കണ്ടുള്ളൂ. പക്ഷേ ഈ സങ്കീർത്തനത്തിൽ ദാവീദ് ഒരു പ്രവാചകനാണ്. വരുവാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ദാവീദ് മുൻകൂട്ടി പ്രവചനാത്മാവിൽ പ്രവചിക്കുക. മനുഷ്യൻ എത്ര ഉയർന്നാലും ദൈവരാജ്യത്തിനെതിരെ മത്സരിക്കുവാൻ പറ്റത്തില്ല. അവൻ്റെ മത്സരത്തിനൊരു പരിധിയുണ്ട്. കാരണം ഇത് യഹോവയോടാണ് അവൻ മത്സരിക്കുന്നതെന്ന് മറന്നു പോകുന്നു. അതുമാത്രമല്ല, അവൻ്റെ പുത്രനോടുകൂടിയാണ് മത്സരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, സ്വർഗത്തിൽ വസിക്കുന്നവനിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ദൈവം എങ്ങനെയാണ് ഇനി അവരോട് ന്യായം വിധിക്കുന്നതെന്ന് നോക്കുക. അന്നവർ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ ഭ്രമിപ്പിക്കും. ഇത് പേടിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ, ശിക്ഷിക്കുന്നില്ല. അവിടെ അവൻ്റെ ക്രോധത്തിൽ മനുഷ്യൻ പേടിച്ചു പോയി. ഒരു വെപ്പൺ എടുത്തില്ല അടിക്കാൻ. പക്ഷേ ദൈവം ജ്വലിച്ചപ്പോൾ തന്നെ മനുഷ്യൻ ഭ്രമിച്ചു പോയി. അപ്പം ദൈവരാജ്യത്തിനെതിരെ എങ്ങനെ ഒരു മനുഷ്യന്, ഒരു മിയർ മാനിന് മത്സരിക്കുവാൻ വേണ്ടി പറ്റും? അത് പറ്റത്തില്ല എന്ന് തെളിയിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്.
എത്രയൊക്കെ മനുഷ്യൻ ഉയർന്നാലും ദൈവത്തിൻ്റെ സർവാധിപത്യത്തിന് കീഴിലാണെന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. ഈ സങ്കീർത്തനം പറയുവാണ്, മനുഷ്യ നീ എത്ര വളർന്നാലും എൻ്റെ രാജ്യത്തെ നിനക്ക് തൊടുവാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ എൻ്റെ വിശുദ്ധ പർവ്വമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഒരു ഫ്യൂച്ചർ ടെൻസിലാണ് പറയുന്നത്, വരുവാനുള്ള കാര്യത്തെക്കുറിച്ച് പറയുക. യേശുവിന് ഏകദേശം 750 വർഷങ്ങൾക്ക് മുമ്പ് എഴുതുക, സിയോനിൽ എൻ്റെ രാജ്യം ഞാൻ വാഴിക്കും. അവിടെ വാണിരിക്കുകയാണ്. ദാവീദ് ഇപ്പം ചുറ്റും നോക്കുമ്പോൾ സകല നേഷൻസും ദൈവരാജ്യത്തിനെതിരെ മത്സരിക്കുന്നു. എന്നാൽ ദാവീദ് മാത്രം അവിടെ ഫെയ്ത്ത്ഫുള്ളാണ്. ദാവീദെ, താങ്കൾ എന്താ ഒരു യുദ്ധം പോലും താങ്കൾ തോക്കാഞ്ഞത് താൻ ദൈവത്തോടു കൂടെയായിരുന്നു. മറ്റ് രാജ്യങ്ങളെല്ലാം ദൈവത്തിനെതിരെ നിന്നപ്പോൾ ദാവീദ് മാത്രം അവിടെ ഫെയ്ത്ത്ഫുള്ളായിട്ട് നിന്നു. എന്നിട്ട് പറയുവാണ്, ഞാൻ എൻ്റെ ദൈവത്തെ ഇവിടെ ഫസ്റ്റ് ടൈമാണ് ഫസ്റ്റ് പേഴ്സണിൽ സംസാരിക്കുന്ന ഈ സങ്കീർത്തനക്കാരൻ. ഇത് ഫസ്റ്റ് പേഴ്സണിൽ സംസാരിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിലല്ല പറയുന്നത്, ദൈവം പറയുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ദൈവം പറയുകയാണ്, എൻ്റെ വിശുദ്ധ പർവ്വമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ ഞാൻ വാഴിച്ചു വെച്ചിരിക്കുകയാണ്, നിനക്ക് അതിനെ തൊടുവാൻ സാധിക്കത്തില്ല. ദാവീദ് വിചാരിക്കും, എന്തു ദൈവം ഈ പറയുന്നത്? വരുവാനുള്ള കാര്യത്തെക്കുറിച്ച് പറയുക. ഇപ്പോൾ ഞാൻ സാധാരണക്കാരനൊരു മനുഷ്യനാണ്, എനിക്ക് ശത്രുക്കളുണ്ട്, നീ എങ്ങനെ വാഴിച്ചു വെക്കുന്നത്? ദാവീദെ, താങ്കൾക്കറിയാത്തൊരു കാര്യമുണ്ട്. താങ്കൾ ഫെയ്ത്ത്ഫുള്ളായി നിന്നുകൊണ്ട് താങ്കളുടെ 28-ാം തലമുറയിൽ താങ്കളുടെ ലീനിയേജിൽ കൂടെയാണ് ക്രിസ്തുവിനെ ഞാൻ വരുത്താൻ പോകുന്നത്. ആ വിശ്വസ്തതയെക്കുറിച്ചാണ് കാണിക്കുന്നത്. ദൈവം റെസ്പോണ്ട് ചെയ്യുന്നത് വിശ്വസ്തന്മാരോട് കൂടെ നിന്നുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് സങ്കീർത്തനക്കാരൻ അതിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ദൈവിക സമർപ്പണത്തിന് കീഴിലുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച്. മനുഷ്യൻ ദൈവത്തിന് കീഴ്പ്പെട്ട് നിന്നാൽ എങ്ങനെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത് കാണിക്കുക. അതിൻ്റെ 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഞാനൊരു നിർണയം പ്രസ്താവിച്ചിരിക്കുന്നു, യഹോവയെ എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രൻ, ഞാൻ നിന്നെ ഇന്ന് ജനിപ്പിച്ചിരിക്കുന്നു. ഇത് ജനിപ്പിച്ചിരിക്കുക എന്ന് പറഞ്ഞ് ബിഗോട്ടൺ എന്ന വാക്കാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിൻ്റെ എബ്രായ ഭാഷയിൽ നാം പഠിക്കുമ്പോൾ ജനിപ്പിച്ചിരിക്കുന്നു എന്ന അർത്ഥമല്ല പറയുന്നത്. ഐ ഹാവ് കമ്മീഷൻഡ് യു, ഞാൻ നിന്നെ അനോയിൻറ്റ് ചെയ്തിരിക്കുന്നു. ഇത് ദാവീദ് ഒരു ഫോർഷാഡോ ആയിട്ടാണ് പറയുന്നത്. കാലങ്ങൾക്ക് ശേഷം യേശു വരുവാനുള്ള കാര്യത്തെക്കുറിച്ച് പറയുക. ഞാൻ നിന്നെ ഇന്ന് കമ്മീഷൻ ചെയ്തിരിക്കുക, എൻ്റെ ദൗത്യം നിൻ്റെ മേൽ ഏൽപ്പിച്ചിരിക്കുക. എന്തുകൊണ്ടാണ് ദാവീദിൻ്റെ മേൽ ദൈവം ആ ദൗത്യം കൊടുത്തത്? ദാവീദ് സബ്മിസീവായിരുന്നു. ദൈവത്തോട് അവൻ എപ്പോഴും അനുരൂപപ്പെട്ട് ജീവിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. ദൈവിക കർത്തൃത്വത്തിന് കീഴിലായിരുന്നു ദാവീദ് എല്ലായ്ക്കാലും. അതുകൊണ്ട് ദൈവം പറയുക, ഞാൻ നിന്നെ ഇവിടെ അനുഗ്രഹിക്കും. അത് മാത്രമല്ല പറയുന്നത്, എൻ്റെ 8-ാം വാക്യം റെസ്പോൺസാണ്. എന്നോട് ചോദിച്ചോളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരും. ഇത് 2-ാം വാക്യത്തിനുള്ള റെസ്പോൺസാണ്. 1ഉം 2ഉം വാക്യങ്ങൾ ജാതികൾ കലഹിക്കോ, ദൈവരാജ്യം വരല്ലെന്ന് പറയുക. പക്ഷെ ഇപ്പം ദാവീദിനോട് പറയാം, നീ ചോദിച്ചോ, അതിനെ ഞാൻ അവകാശമായിട്ട് തരും. കലഹിക്കുന്നവനെ ഞാൻ അവകാശമായിട്ട് തരും. ഇന്ന് വരെ ഈ രാജ്യങ്ങൾ ദൈവരാജ്യം വരാതിരിക്കാൻ വേണ്ടി കലഹിക്കും ഭൂരാജാക്കന്മാർ. പക്ഷെ ദാവീദിനോടുകൂടെ ദൈവ പ്രവചനാത്മാവ് പറയുക, നീ ചോദിക്കുക, നീ രാജാവായിരിക്കാം, പക്ഷെ ഒരു കാര്യം ചെയ്യണം, യു ഹാവ് ടു ആസ്ക്. നീ ചോദിച്ചെങ്കിൽ മാത്രമേ ഇത് ഗ്രാൻഡ് ചെയ്യത്തുള്ളൂ. ഈ ചോദ്യം ചോദിക്കുന്നവൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ ഇവിടെ ദൈവം ഗ്രാൻഡ് ചെയ്യുന്നത് കാണിക്കുന്നുള്ളൂ. ദാവീദിനോട് പറയും, നീ ചോദിക്കുക, ഈ നേഷൻസ് നിനക്കെതിരായി നിൽക്കുമല്ലേ, പക്ഷേ ഇവനെ നിൻ്റെ കാൽ കീഴിൽ തരും. പക്ഷെ ഇത് ദാവീദിൻ്റെ കാലത്ത് നടന്നില്ല അതിൻ്റെ പൂർണ്ണത. ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ മശിഹയുടെ വരവിൽ. ഇതൊരു മശിഹൈക സങ്കീർത്തനമാണ്. മശിഹയുടെ വരവിനെ പ്രവചനാത്മാവിൽ ദാവീദ് കണ്ടിട്ട് പറയുക, ഈ രാജ്യങ്ങളെ നിനക്ക് തരും. അത് അവൻ്റെ മേലുള്ളൊരു പ്രിവിലേജോടെ കാണിക്കുകയാണ്. നീ കിങ് ആയിരിക്കുമ്പോൾ തന്നെ നീ ചോദിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ഗ്രാൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ഞാനവരെ ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവൻ്റെ പാനപാത്രം പോലെ അവരെ ഇടിക്കും. ആരെ? ആദ്യം പറഞ്ഞ നേഷൻസിനെ, ആ രാജ്യങ്ങളെ, ആ രാജാക്കന്മാരെ ഞാൻ ഇടിച്ചു കളയും. അത് കഴിഞ്ഞിട്ട് ഈ സങ്കീർത്തനക്കാരൻ ഈസ് മേക്കിംഗ് എ കോൾ ഫോർ സബ്മിഷൻ. നീ ബുദ്ധി ഉപദേശിച്ച് നീ പഠിക്കണമെന്നുള്ള രീതിയിൽ സങ്കീർത്തനക്കാരൻ 10 മുതൽ 12 വരെ പഠിപ്പിക്കുകയാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ആകയാൽ ഭൂരാജാക്കന്മാരെ
ബുദ്ധി പഠിപ്പീൻ. 1-ാം വാക്യത്തിനുള്ള റെസ്പോൺസാണ്. 1-ഉം 2-ഉം വാക്യങ്ങളുടെ റെസ്പോൺസാണ്. ഭൂരാജാക്കന്മാർ ബുദ്ധി പഠിക്കണം, ദൈവത്തിങ്കിൽ നിന്ന് ബുദ്ധി പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ വഴി നാശകരമാണ്. ദൈവത്തിങ്കിൽ നിന്ന് നാം ജ്ഞാനം അന്വേഷിക്കുന്നവരായിരിക്കണം. ദൈവിക കാഴ്ചപ്പാടിനകത്ത് നാം നിന്ന് മുമ്പോട്ട് ജീവിതത്തെ നയിക്കുവാൻ വേണ്ടി നാം ആഗ്രഹിക്കണം. അതുമാത്രമല്ല പറയുന്നേ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവിൻ. നിങ്ങൾ എത്ര വളർന്നാലും ദൈവിക ഇഷ്ടത്തിന് അനുഷ്ടമായി പോയാൽ നിങ്ങളോട് ദൈവം പറയാണ്, ദൈവത്തിൻ്റെ ഉപദേശം കൈക്കൊള്ളണം, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നാം വളരണം എന്ന് ഈ സങ്കീർത്തനം നമ്മളോട് അറിയിക്കുന്നു. അത് മാത്രമല്ല പറയുന്നേ, നീ ഭയത്തോടെ യഹോവയെ സേവിക്കുവിൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിക്കുവിൻ. ഭയത്തോടെ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും, ഒരു സ്നേഹത്തിൽ നിന്ന് വരുന്ന ഭയം. പക്ഷെ വിറയലോടെ യഹോവയെ എങ്ങനെ സേവിക്കുന്നേ? ഇതാണ് പൗലോസ് ശ്ലീഹ ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത്. നിങ്ങളുടെ രക്ഷയ്ക്കായി ഭയത്തോടെയും വിറയലോടെയും പ്രവർത്തിപ്പീൻ. ഇത് കഴിഞ്ഞിട്ട് പത്രോസും പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്, നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെയും വിറയലോടെയും കഴിപ്പീൻ. ഇതൊരു ഫ്യൂച്ചറിനെ പ്രഡിക്റ്റ് ചെയ്തുകൊണ്ട് പ്രൊഫറ്റിക്കലായിട്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നാം ഭൂമിയിലായിരിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് ആ മശിഹയുടെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ കോപിച്ചിട്ട് വഴിയിൽ നശിക്കാതിരിക്കുവാൻ പുത്രനെ ചുംബിപ്പിൻ. അവൻ കോപിച്ചിട്ട്, ഇത് പുരാചാക്കന്മാരോട് പറയാം, നിങ്ങളോട് ദൈവം കോപിക്കാതിരിക്കുവാൻ വേണ്ടി ആ പുത്രനെ ചുംബിക്കുക. ഈ ചുംബനം കാണിക്കുന്നത് ഒരു സബ്മിഷനാണ്. പഴയ നിയമത്തിൽ ശമൂവേൽ ശൗലിനെ അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്തതിന് ശേഷം ചുംബിച്ചു. അതുവരെ പ്രവാചകൻ അദ്ദേഹം ചുംബിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ രാജാവായിരിക്കുന്നു. ഇതുവരെ ഞാൻ പ്രവാചകനാ, പക്ഷെ ഇന്ന് മുതൽ നീയാണ് എൻ്റെ രാജാവ്. അപ്പോൾ ഭൂരാജാക്കന്മാർ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ സേവിപ്പീൻ, നിങ്ങൾ ദൈവത്തെ ചുംബിപ്പീൻ. അതായത് നിങ്ങൾ ദൈവിക ഭരണത്തിന് കീഴിൽ കടന്നു വരുവീൻ. ദൈവിക കർത്തൃത്വത്തിൻ്റെ കീഴിൽ വരണമെന്നാണ് ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ എത്ര മത്സരിച്ചാലും ദൈവത്തിനെതിരെ മത്സരിക്കുക. ദൈവത്തിനെതിരെ മത്സരിച്ചു കഴിഞ്ഞാൽ എന്തു പറ്റും? അവൻ നമ്മെ ശിക്ഷിക്കും. അതുകൊണ്ട് പറയുകയാണ്, അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുകയും അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതുകൊണ്ട് ആ ഭാഗ്യം ലഭിക്കുവാൻ വേണ്ടി ആ പുത്രനെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. ഈ സങ്കീർത്തനം പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. ദൈവത്തിനെതിരെ മത്സരിക്കരുതെന്ന് പഠിപ്പിക്കുന്നു. മറ്റൊരു പാഠം ഈ സങ്കീർത്തനം പഠിപ്പിക്കുന്നത്, ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന കാര്യം. ദൈവിക കർത്തൃത്വത്തിനകത്ത് ഞാൻ ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പരമപ്രധാനമായ കാര്യം. മറ്റൊന്ന് പഠിപ്പിക്കുന്നു, പുത്രനിൽ നാം ആശ്രയിക്കുക. ഈ സങ്കീർത്തനത്തിൽ 5 ഇടങ്ങളിൽ യേശുവിനെ കാണുവാൻ സാധിക്കും. ഒന്ന്, യേശു അഭിഷക്തനായ രാജാവെന്ന് കാണും. മറ്റൊന്ന്, യേശുവിനെ അവൻ സിയോനിൽ വാഴുന്ന രാജാവായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, യേശു തൻ്റെ ഏകജാതനായ പുത്രനെന്ന് ഈ സങ്കീർത്തനം പഠിപ്പിക്കുന്നു. മറ്റൊന്ന് പഠിപ്പിക്കുന്നത്, യേശു സകലത്തിൻ്റെയും അവകാശി എന്ന് പഠിപ്പിക്കുന്നു. മറ്റൊന്ന് പഠിപ്പിക്കുന്നത്, യേശു ന്യായാധിപൻ എന്ന് പഠിപ്പിക്കുന്നു. ന്യായം വിധിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലാകിയാൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിലായിരിക്കുവാൻ ഈ നാടുകളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനമുള്ള ദൈവം അനുഗ്രഹിക്കട്ടെ.